നമുക്ക് ആദ്യം ഒരു കാഴ്ചയിലേക്ക് പോകാം അല്ലേ. നിങ്ങൾ ഇയാളെ സൂക്ഷിച്ച് നോക്കിയേ. വളരെ തൻ്റെ ഇടത്തോടെ നെഞ്ചൊക്കെ വിരിച്ച് വീരശൂര പരാക്രമിയെ പോലെ ഇങ്ങനെ നടന്നു നീങ്ങിയാണ് രണ്ട് പോലീസുകാർക്കൊപ്പം. എന്തോ വലിയൊരു കാര്യം ചെയ്ത ഒരു ലക്ഷണമൊക്കെയാണ് ആ നടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. നേരെ പോകുന്നത് ജയിലിലേക്കാണ്. അയാളെ അങ്ങനെ ജയിലിലേക്ക് വിടാം. ഇനി ഈ സ്ത്രീയെ നോക്കിയേ. തലയെ കൂടെ സാരിയൊക്കെ അമർത്തി ഒരാൾക്ക് പോലും മുഖം കൊടുക്കാതെ നാണിച്ച് തലയൊക്കെ താഴ്ത്തിയാണ് ആ സ്ത്രീ നടക്കുന്നത്. ആ സ്ത്രീയും പോകുന്നത് നേരെ ജയിലിലേക്കാണ്. രണ്ടുപേരെയും കോടതി ജീവപര്യന്ത ശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. ഇനി ഇവർ ചെയ്ത തെറ്റെന്താണ്, ഇവരാരൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം. പക്ഷേ ഇവരെ രണ്ടുപേരെയും കുടുക്കിയത് ഒരു വലിയ കെട്ടാണ്. എന്ത് കെട്ടാണെന്ന്? ഒരു വലിയ കെട്ട്. ആ കെട്ടിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അമ്പിളി തൂങ്ങി മരിച്ചു. അതൊരു വല്ലാത്ത ഞെട്ടലുളവാക്കുന്നൊരു വാർത്തയായിരുന്നു. കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. എല്ലാവരുടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മാത്രമേ ആ സ്ത്രീ പെരുമാറത്തുള്ളൂ. കുടുംബമൊക്കെ ഉണ്ട്, ഭർത്താവുണ്ട്, 2 മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു പോകുമ്പോഴാണ് ഈ അമ്പിളി വീടിനുള്ളിൽ ആ സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു തിട്ടയുണ്ടല്ലോ, ആ ഒരു ഹൂക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കയറിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വലിയ വിഷമമായി. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ്. ഈ അമ്പിളിയെ പറ്റി എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളത് പറഞ്ഞല്ലോ. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം, ഈ അമ്പിളി ആത്മഹത്യ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെ നാവിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത്? ഒരു സംശയം അപ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുകയാണ്. അമ്പിളിയെ ആരോ അപായപ്പെടുത്തിയതാവുമോ? ഒരുപാട് സംശയം അങ്ങനെ വരികയാണ്. അങ്ങനെ പോലീസ് എത്തി. അമ്പിളിയുടെ മൃതദേഹം വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ദേഹത്തൊക്കെ അവിടെ ചെറിയ പാടുകളും അടികൊണ്ട ലക്ഷണമൊക്കെ ആ ശരീരത്തെ കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്തൊരു അസ്വാഭാവികത അവിടെ മുതൽ തുടങ്ങുകയാണ്. ഭർത്താവാണെങ്കിൽ അപ്പുറത്ത് വിഷമിച്ചിരിക്കുന്നുണ്ട്. അയാൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ. അയാൾ ഭയങ്കര പൊന്നുപോലെ നോക്കുന്ന ഭാര്യയാണ്. എല്ലാവർക്കും ഒരു വലിയ സങ്കടം അവിടെ ആ വീട്ടിൽ നിഴലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പോലീസ് വിശദമായിട്ട് ആ മൃതദേഹം കെട്ടഴിച്ച് താഴേക്ക് ഇടാൻ നേരത്ത് താഴേക്ക് വെക്കാൻ നേരത്ത് ഒരു കാഴ്ച കാണുകയാണ്. അതൊരു വല്ലാത്ത കെട്ടാണ് ആ കെട്ട്. സാധാരണയായിട്ട് ഈ സ്ത്രീകളൊക്കെ കെട്ടുമ്പോൾ വളരെ നൈസായിട്ടല്ലേ കെട്ടുന്നത് അല്ലേ. എങ്ങനെയെങ്കിലും തൂങ്ങി ചാവണയിൽ വളരെ വലിയ ബലം കാണത്തില്ല. പക്ഷേ ഇതൊരു അമ്മാതിരി ഒരു വലിയ കെട്ടാണ്. ഒരു മരം വെട്ടുകാരൻ്റെ കെട്ടാണ്. ഓരോ കെട്ടിനും ഓരോ ശൈലിയുണ്ട് അല്ലേ. പശുവിൻ്റെ മൂക്കേറ് കെട്ടുമ്പോൾ ഒരു കെട്ടുണ്ടാവും, അശ കെട്ടുമ്പോൾ ഒരു കെട്ടുണ്ടാവും. ഇവരുടെ മരം, അതായത് തടികൾ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി തടി നല്ല ബലത്തിൽ വേണം ഈ ലോറിയിലൊക്കെ അടിക്കി വെക്കാൻ വേണ്ടി. അതിന് പ്രത്യേക കെട്ടുണ്ടെങ്കിൽ ആ തടി മറിഞ്ഞ് പുറത്തേക്ക് വീഴാതിരിക്കാൻ പറ്റത്തുള്ളൂ. അമ്മാതിരി കെട്ടാണ് ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഇങ്ങനെ മുറുക്കി കെട്ടിയിരിക്കുന്നത്. ചേട്ടാ അതാരാണ് അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചർച്ചയായി. അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായി. ഈ നാട്ടിലെ ഏതോ ഒരു മരം വെട്ടുകാരനാണ് ഈ ക്രൂരത ആ സ്ത്രീയോട് ചെയ്തിരിക്കുന്നത്. ആരാണ് ആ മരം വെട്ടുകാരൻ അല്ലേ? എല്ലാവർക്കും സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. ഈ പറയുന്ന ക്യാമറമാൻ നമ്മുടെ കൃഷ്ണകുമാർ സംശയമുണ്ട്. എല്ലാവർക്കും സംശയമുണ്ട് ആരാണെന്നല്ലേ. അറിയാൻ ആഗ്രഹമുണ്ടോ? ആ വീട്ടിൽ തന്നെയുണ്ട് ആ മരം വെട്ടുകാരൻ. മരം വെട്ടുകാരനായ സുനിൽകുമാർ, അതായത് ഈ അമ്പിളിയുടെ ഭർത്താവ് തന്നെയാണ് ആ ക്രൂരത ആ സ്ത്രീയോട് ചെയ്തിരിക്കുന്നത്. ഒരു അയ്യോപാവം കേസ്. നിങ്ങളെ ഫോട്ടോ തന്നെ നോക്കി, ഒരു ശുദ്ധയായിട്ടുള്ള സ്ത്രീയോടാണ് ഈ ക്രൂരത ഈ തടിമാടനായിട്ടുള്ള ഈ സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി കാണിച്ചിരിക്കുന്നത്. അയാൾക്ക് ആ സ്ത്രീയോട് ഇത്ര വൈരാഗ്യം തോന്നേണ്ട കാര്യം എന്താണ്? ഒരാൺകൊച്ചുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ടാണ് സ്വന്തം ഭാര്യയോട് ഈ തടിമാടനായിട്ടുള്ള ആജാന ബാഹുവായിട്ടുള്ള ആ മനുഷ്യൻ ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇതിനിടയ്ക്ക് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് നാടകങ്ങളൊക്കെ ഇയാൾ കാണിച്ചു കൂട്ടുകയാണ്. ആ സ്ത്രീയുടെ മൃതദേഹം കണ്ട് കരയുകയാണ്, ആൾക്കാരോടൊപ്പം ഇരുന്ന് ഭയങ്കര വിഷമം പങ്കിടുകയാണ്, ഇടയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ സംശയം ജനിപ്പിക്കാതിരിക്കാനുള്ള നാടകങ്ങളൊക്കെ ഇതിനോടകം കാണിച്ചു കൂട്ടി. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ഈ കെട്ട് അത് മാത്രമല്ല, ഞാൻ ബാക്കി പിന്നെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു വ്യക്തമാകത്തുള്ളൂ. ആ കെട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കണം. ആ കെട്ട് കാരണം ഇയാളെ പോലീസ് പിടിക്കുകയാണ്. ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് ആ സ്ത്രീയെ കൊന്നതല്ലേ, അതല്ലേ നിങ്ങൾക്കെല്ലാം അറിയേണ്ടത്. ആ കഥയിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ 2 വീടുകൾ നോക്കിയേ. ഒന്ന് സുനിൽകുമാറിൻ്റെ വീട്, തൊട്ടപ്പുറത്തുള്ള ശ്രീലത എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുടെ വീടാണ്. 2 പേരും അയൽവാസികളാണ്. 2 പേർക്കും കുടുംബമുണ്ട്. ഈ സുനിൽകുമാർ ഞാൻ പറഞ്ഞല്ലോ, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അതായത് അമ്പിളിയൊക്കെ ഉണ്ട്. അപ്പുറത്ത് ശ്രീലതയും 2 മക്കളും ഉണ്ട്. പക്ഷേ ശ്രീലതയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അപ്പോൾ അറിയാമല്ലോ, അടുത്തടുത്ത വീടുകളാണ്, വേറെ വീടുകളുടെ ഒന്നും ശല്യമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. അവിടുത്തെ നിത്യ സന്ദർശകനായിട്ട് ഈ സുനിൽകുമാർ എന്ന് പറയുന്ന മരം വെട്ടുകാരൻ മാറുകയാണ്. ഇപ്പോൾ എപ്പോഴും അവിടെ തന്നെയാണ്. ഈ മക്കളൊന്നും അവിടെ കാണത്തുമില്ല. അങ്ങനെ ആ ബന്ധം എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ നാട്ടുകാർക്കെല്ലാം പലർക്കും അറിയാം, പക്ഷേ ആരും പുറത്ത് പറയുന്നില്ല. 2 കുടുംബങ്ങളല്ലേ. ഇനി അമ്പിളി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് വല്ലതും കടുകയും കാണിച്ചാലോ. ഈ ശ്രീലതയ്ക്കുണ്ട് മക്കൾ. അതുകൊണ്ട് പലരും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷേ എത്ര എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് അത് പിടി കിട്ടും അല്ലേ. ആണിൻ്റെ സ്വഭാവം, ആണിൻ്റെ ഒരു രൂപമാറ്റം അല്ലെങ്കിൽ ഭാവവ്യത്യാസം വരുമ്പോഴത്തേക്ക് സ്വന്തം ഭാര്യ, നല്ല സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ അത് പിടിക്കും. അമ്പിളി കൈയോടെ പിടിച്ചെന്നേ. ഈ സുനിൽകുമാറിൻ്റെ വഴിവിട്ട ബന്ധം അമ്പിളി കയ്യോടെ പിടിച്ച് സ്വന്തം ഭാര്യ അറിഞ്ഞുള്ള അവസ്ഥ ഊഹിക്കാമല്ലോ.
പിന്നെ കശവശിയായി, അടിപിടിയായി, കടിപിടിയായി, ആകപ്പാട് സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് ആ 2 വീടുകളിലും പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ശ്രീലതയ്ക്ക് ഈ സുനിൽകുമാറിനേക്കാളും 6 വയസ്സ് കൂടുതലാണ്. പക്ഷേ ഇവിടെ അമ്പിളിക്കാണെങ്കിൽ സുനിൽകുമാറിനേക്കാളും പ്രായക്കുറവാണ്. ആ പ്രായക്കൂടുതൽ പോലും അവഗണിച്ചുകൊണ്ടാണ് ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെ ഈ വീട്ടിൽ ആകപ്പാടെ വിഷയമായി ഇവർ തമ്മിൽ തീവ്രമായിട്ടുള്ളൊരു സ്നേഹത്തിലേക്ക് പോവുകയാണ്, കാമുകിയും കാമുകനും തമ്മിൽ. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ അമ്പിളിയെ ഒഴിവാക്കണം. അത് നമ്മുടെ ആരുടെ ആവശ്യമാണത്? ശ്രീലതയുടെ ആവശ്യമാണ്. ആ ഒരു ആവശ്യം കാമുകനായ സുനിൽകുമാറിനോട് ഈ ശ്രീലത പറയുകയാണ്, നീ അവളെ തട്ടിട്ട് വാ, നമുക്കൊരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഈ ശ്രീലത. അങ്ങനെ ആ ഉറപ്പിൽ ഇവൻ പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ തടിവെട്ടുകാരനായിട്ടുള്ള സുനിൽകുമാർ. അങ്ങനെ ആ ദിവസത്തിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പാവം നമ്മുടെ അമ്പിളി ഇതൊന്നും അറിയുന്നില്ല. ഭർത്താവിനെ അപ്പോഴും സ്നേഹിക്കുകയാണ്, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല, ഞാനില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സുനിൽകുമാർ മാറുന്നില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് നേരമാണ് കേട്ടോ. നമ്മുടെ അമ്പിളി മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ തുണി നനയ്ക്കുകയാണ് വീടിൻ്റെ പുറകുവശത്തുള്ള ആ കല്ലിൻ്റെ അവിടെ നിന്നുകൊണ്ട്. നമ്മുടെ തടിമാടനായിട്ടുള്ള മരംവെട്ടുകാരൻ ഈ സ്ത്രീയെ കോരിയെടുക്കുകയാണ്, എന്നിട്ട് തോളേക്ക് ഇടുകയാണ്. ആ സ്ത്രീയും ചുമന്നുകൊണ്ട് നേരെ വീടിനുള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ വരെയാണ് ഒരാൾ കണ്ടിരിക്കുന്നത്, അയൽവാസിയായിട്ടുള്ള ഒരാൾ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീയെ തൂക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നത്. പിന്നെ ആരും ആ വീട്ടിൽ നടക്കുന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടേയില്ല. പിന്നെ സുനിൽകുമാറിനെ പോലീസ് പിടിച്ചപ്പോഴാണ് അയാൾ കാര്യങ്ങൾ പറയുന്നത്. അയാൾ എന്താ ചെയ്യുന്നറിയാമോ? നേരെ ഈ സ്ത്രീയെ അകത്തു കൊണ്ടുവന്നു തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയാണ്. എന്നിട്ട് തടി കെട്ടാൻ ഉപയോഗിക്കുന്ന, അറിയാലോ തടി കെട്ടാനുള്ള കയറിൻ്റെ ഒരു വലിപ്പമൊക്കെ അറിയില്ല, ആ കയറ് വെച്ച് ഈ സ്ത്രീയെ മുറുക്കി കൊല്ലുകയാണ്. അപ്പോൾ സ്ത്രീ മരിച്ചിട്ടില്ല, ബോധരഹിതമായിട്ട് കിടക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നേരെ ആ സ്റ്റെയർ കേസിൻ്റെ സാധാരണ അറിയാമല്ലോ, ഒരു തട്ടാണല്ലോ സ്റ്റെയർ കേസ്, മേൽപോട്ട് പോകുന്നൊരു വഴിയുണ്ട്, ഇങ്ങനെയും പോകുന്ന സംഭവമുണ്ട്. അതിൻ്റെ ആ കീഴിലൊരു ഹൂക്ക് ആണല്ലോ, അതിലേക്ക് ഇങ്ങനെ ഉയരത്തിൽ നിന്നും ആ ഹൂക്കിൽ കെട്ടിയ ശേഷം തള്ളി വിടുകയാണ്. ആ ജീവനുള്ള ശരീരം ആ കയറിൽ ഇങ്ങനെ തൂങ്ങി ആടുകയാണ്. അപ്പോഴും ആ സ്ത്രീ എന്താ ചെയ്യുന്നറിയാമോ? ആ കയറിങ്ങനെ വിടുവിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മരിച്ചിട്ടില്ല. ഇയാൾക്കിത് കാണാനുള്ള ശക്തിയില്ല. അയാൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അപ്പുറത്തെ കടയിലൊക്കെ പോയിരിക്കുന്നുണ്ട്. മരണം ഉറപ്പാക്കി. ഇയാൾക്ക് ഈ മരണം കാണാനുള്ള ശക്തിയില്ലെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഇയാൾ നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. ആ അമ്പിളി എന്ന് പറയുന്ന പാവ സ്ത്രീ ആ വടം കയറിൽ തൂങ്ങി ആടുകയാണ്. ഇയാൾ അവിടെ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ച്, സാധാരണ കെട്ടാണെങ്കിൽ ഒരുപക്ഷെ പോലീസ് പോലും പിടിക്കത്തില്ല. ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. മനോവിഷമം കാരണം അമ്പിളി എന്ന് പറയുന്ന സ്ത്രീ ആത്മഹത്യ ചെയ്തു. പക്ഷെ അത്രയേ ഉള്ളൂ. ഇയാളുടെ സ്വാഭാവികമായിട്ട് ഇയാൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ആ കെട്ടങ്ങ് കെട്ടി, മരം കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ടാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. അതാണ് പിന്നീട് പോലീസിന് പിടിവള്ളിയായി മാറിയത്. അതുകൊണ്ട് തീർന്നില്ല. അതിനുശേഷം ഇയാൾ പുറത്തിറങ്ങുന്നു, ആൾക്കാരെ കൂട്ടുന്നു, എൻ്റെ ഭാര്യ ആത്മഹത്യ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം വീട്ടിലേക്ക് ഓടിക്കൂടുന്നു. എല്ലാവർക്കും തോന്നിയത് അമ്പിളി ആത്മഹത്യ ചെയ്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ആ സ്ത്രീ അങ്ങനെ ചെയ്തു. പക്ഷേ പോലീസ് എത്തി, ആ കെട്ട് കണ്ടുപിടിക്കുന്നു. അത് മാത്രവുമല്ല, ഈ സ്ത്രീയെ തൂക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് വരുന്നത് തൊട്ടപ്പുറത്തുള്ള പറമ്പിലെ സോമൻ എന്ന് പറയുന്ന ഒരാൾ കാണുന്നുമുണ്ട്. അങ്ങനെ ആ മൊഴികളും ഈ സ്ത്രീയുടെ ശരീരത്തിലെ പരിക്കുകളും ഈ കെട്ടും, വീണ്ടും വീണ്ടും പറയും, ഈ കെട്ടെല്ലാം കാരണം ഈ കൊലപാതകം പുഷ്പം പോലെ പോലീസ് തെളിയിക്കുകയാണ്. അങ്ങനെ 2018 നടന്ന ആ കൊലപാതകത്തിൻ്റെ വിധി വന്നിരിക്കുകയാണ്. സുനിൽകുമാറിനും കാമുകിയായിട്ടുള്ള ശ്രീലതയ്ക്കും ആജീവനാന്ത ശിക്ഷാവിധി, അതായത് ജീവപര്യന്ത ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ഈ ശ്രീലതയ്ക്ക് പങ്കില്ലല്ലോ, അവരാ സമയത്ത് വന്നില്ലോ എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കൊലപാതകം നടത്താനുള്ള പ്രേരണയായത്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രേരണ ഇല്ലായിരുന്നെങ്കിൽ സുനിൽകുമാർ ഈ കൃത്യം ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് കോടതിയിൽ പ്രോസിക്യൂട്ടറൊക്കെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് പ്രേരണ കുറ്റത്തിനുപരിയായിട്ട് ഈ കൃത്യം നടപ്പിലാക്കാൻ കാരണക്കാരിയായിട്ടുള്ള ശ്രീലതയ്ക്കും കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുനിൽകുമാർ ഒരു വഴി കൂടെയും കാമുകിയായിട്ടുള്ള ശ്രീലത മറ്റൊരു വഴി കൂടെയും പോവുകയാണ്. രണ്ടുപേരുടെയും ജീവിതം ഇനിയും ഇരട്ടറയ്ക്കുള്ളിൽ ഇങ്ങനെ തള്ളി നീക്കണം, അല്ലേ? പഴയകാല ഓർമ്മകളൊക്കെ അയറിറക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങണം. എല്ലാം പോയി. കോടതി കണ്ട ഒരു കാഴ്ച ഭയങ്കര ദയനീയമായിരുന്നു. ഇവരുടെ കുടുംബങ്ങളൊക്കെ ആ വിധി കേൾക്കാൻ വേണ്ടി എത്തിയിരുന്നു. സുനിൽകുമാറിൻ്റെ 2 മക്കൾ, പറക്കമുറ്റത് 2 മക്കൾ, ഈ ശ്രീലതയുടെ 2 മക്കൾ, അവരെല്ലാം തല താഴ്ത്തിയിരിക്കുന്ന കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിണതഫലം, തിക്തഫലം അനുഭവിക്കുന്ന ആരാണ്? ജീവിച്ചിരിക്കുന്നവരുടെ മക്കളാണ്, അല്ലേ? ഭയങ്കര കഷ്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ തോന്നിയ ആ ഒരു സുഖത്തിൽ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോയിരുന്ന ആ സുനിൽകുമാറിനും ശ്രീലതയ്ക്കും കൊടുക്കാൻ പറ്റിയത് എന്താണ്? കുറച്ച് കണ്ണുനീരും കുറച്ച് ദുരന്തങ്ങളും മാത്രമാണ്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല, അല്ലേ? ഭൂമി ഉള്ളിടത്തോളം കാലം ഇങ്ങനെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷേ ഒരാളുടെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തത്തിൽ നിന്ന് എടുത്തിയാടി സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും കുളമാക്കല്ലേ എന്ന് മാത്രം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.